മേഘ, ഇപ്പോൾ സഖാക്കളെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് നമ്മുടെ മൺമറഞ്ഞു പോയ കോടിയേരി ബാലകൃഷ്ണനെയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ CPM-ന് ഈ ശോഷിപ്പ് ഉണ്ടാവില്ലായിരുന്നു. ഇതുപോലെ ചെയ്യാവുന്നതെല്ലാം നെറികേടുകൾ ചെയ്ത് കൂട്ടിയിട്ട് അദ്ദേഹം ന്യായീകരിക്കാൻ വരും, അല്ലെങ്കിൽ അദ്ദേഹം ന്യായീകരിച്ചേനെ എന്ന് എന്ത് വിശ്വാസത്തിലാണ് ഇപ്പോൾ സഖാക്കൾ വിശ്വസിക്കുന്നത്? ഇപ്പോൾ പുറത്തു നിന്നുള്ളവർ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ CPM എന്ന പാർട്ടി അധപതിക്കില്ലായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ പാർട്ടിയിൽ നിന്നൊരാൾ അത് പറയുമ്പോൾ അപ്പോൾ പാർട്ടിക്ക് പ്രശ്നമുണ്ടെന്നറിയാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പാർട്ടിക്ക് ഒരു വ്യക്തി എന്നുള്ളതിൽ അടിസ്ഥാനമായിട്ടാണോ, ഒരു വ്യക്തിയിൽ അടിസ്ഥിതമായിട്ടാണോ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ്. ഒരാൾ പോയാൽ പാർട്ടി പതിക്കുന്ന നിലയിലാണോ നിങ്ങളുടെ ഈ പാർട്ടിയെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടി വരും. ഇപ്പോൾ കോടിയേരി നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ മുതിർന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് വ്യക്തമായി ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഇല്ല എങ്കിൽ പോലും പാർട്ടി നിലനിന്ന് പോകണം. ഈ പാർട്ടിയുടെ ആയുസ് എന്ന് പറയുന്നത് കോടിയേരിയുടെ ജീവിതകാലത്തിന് മുൻപ് തുടങ്ങിയതും അതിന് ശേഷം ഇപ്പോൾ നിലനിൽക്കുന്നതുമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്തേനെ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ നേതാക്കളെ ആ നിലവാരത്തിലേക്ക് ഉയർത്താൻ നിങ്ങൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ കുറ്റസമ്മതം കൂടിയാണ്. ഇപ്പോൾ പല കാര്യങ്ങളിലും, ഇപ്പോൾ പയ്യന്നൂരിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുകയാണ്, പയ്യന്നൂരിലെ കാര്യങ്ങൾ കോടിയേരിക്ക് അറിയില്ലായിരുന്നു, പയ്യന്നൂരിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കോടിയേരിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ അവിടെ പാർട്ടി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട പേരെന്ന് പറയുന്നത് മധുസൂദനന്റെ ആയിരുന്നു, XMLA മധുസൂദനൻ. അപ്പോൾ അദ്ദേഹം ഫണ്ട് തട്ടിപ്പൊന്നും നടത്തിയതായി പാർട്ടി കണ്ടിട്ടില്ല. പക്ഷെ കണക്ക് രേഖപ്പെടുത്താൻ വൈകി എന്നുള്ള കാര്യം കണ്ടെത്തി കോടിയേരി നടപടി എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നടപടിയെടുക്കുക എന്നുള്ളത് കോടിയേരിയുടെ കാലത്ത് കൃത്യമായി നടക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനവുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? 2026 വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അത് ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ ഈ പറയുന്നത് പോലെ കോടിയേരിക്ക് അത്രയേറെ വില കൊടുക്കുന്നുണ്ടെങ്കിൽ കോടിയേരിയുടെ നിലപാടുകൾക്ക് അദ്ദേഹം മരിച്ചതിന് ശേഷം എങ്ങനെയാണ് വില കൊടുക്കാതിരിക്കാൻ ഇവർക്ക് സാധിക്കുക? ഇപ്പോൾ 2021 പോട്ടെ, 2026 വീണ്ടും മത്സരിക്കുകയാണ്. ഇത്രയും വലിയൊരു ആരോപണം എയറിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ MV ജയരാജൻ തന്നെ പറയുകയാണ്, മറ്റൊരാൾ അവിടെ സ്ഥാനാർത്ഥിയായി നിന്നിരുന്നെങ്കിൽ ജയിക്കില്ലായിരുന്നു. അതോടൊപ്പം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, BJP വോട്ടുകളും CPM-ന്റെ അനുയായികളുടെ വോട്ടുകൾ പോലും കുഞ്ഞികൃഷ്ണന് പോയിട്ടുണ്ട്. പയ്യന്നൂരിൽ പാർട്ടിയുടെ അടിത്തറ നന്നായി ഇളകിയിട്ടുണ്ട്. അതിനെ എന്ത് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്താലും അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കൃത്യമായി അടിത്തറ ഇളകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോടിയേരിയുടെ വാക്കിന് വില കൊടുക്കാത്ത ഒരു പാർട്ടി നേതൃത്വത്തെയാണ് പയ്യന്നൂരിൽ നമ്മൾ കണ്ടത്. അതുപോലെ ആ മേഖലകളിലുള്ള കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലുള്ള പല ജില്ലകളെയും പറ്റി അദ്ദേഹം പരാമർശിച്ചു പോകുന്നുണ്ട്. KK ശൈലജ ടീച്ചറെ മാറ്റിയത് തോക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, തോക്കാൻ വേണ്ടി ആയിരുന്നില്ല, വിജയസാധ്യതയുണ്ടെന്ന് വിചാരിച്ചായിരുന്നു മാറ്റിയത്. അപ്പോൾ എന്തുകൊണ്ട് മട്ടന്നൂരിൽ നിർത്തിയില്ല? അവരുടെ സ്വന്തം വിജയസാധ്യത നല്ലൊരു ശതമാനം ഉയർന്നു നിന്ന മട്ടന്നൂരിൽ എന്തുകൊണ്ട് നിർത്തിയില്ല? അത് മട്ടന്നൂരിൽ ഒരു യുവജന നേതാവ് വരണമായിരുന്നു. VK സനോജ് നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ്, നല്ലൊരു MLA തന്നെയാണ്. അപ്പോൾ മട്ടന്നൂരിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ KK ശൈലജ ടീച്ചർക്ക് തോൽവി നേടേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തെ പ്രചാരണം എന്ന് പറയുന്നത് KPCC അധ്യക്ഷനെ അദ്ദേഹത്തിന്റെ മടയിൽ പോയി വെട്ടാൻ ഇതാ വരുന്നു KK ശൈലജ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം തോൽവിയായിരുന്നു ഭയം. അവർ അതിനുശേഷമുള്ള പാർട്ടി സമ്മേളനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നതും കണ്ടു. എന്നെ താല്പര്യമില്ലാതെ അവിടെ മത്സരിപ്പിച്ചില്ലേ എന്നുള്ള ചോദ്യം അവർ തന്നെ ഉന്നയിക്കുന്ന കണ്ടു. അപ്പോൾ അടിമുടി പാർട്ടിക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. അതിനി കോടിയേരി ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള ന്യായീകരണവുമായിട്ടാണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം എടുത്ത് നോക്കട്ടെ, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പരാജയമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹ ആശിസ്സുകൾ എല്ലാ കാലത്തും കോൺഗ്രസിനുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പൊളിറ്റിക്സ് പറയാൻ ഇപ്പോഴും ആൾക്കാരുണ്ട്. എന്നാലും തീരുമാനമെടുക്കാൻ അങ്ങനെ ഒരാൾ ഇല്ലല്ലോ എന്ന് പറയുന്നില്ല. അതാണ് കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ കോടിയേരി ആണെങ്കിലും VS അച്യുതാനന്ദനാണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയെ ഭരിച്ച വലിയ സമുന്നതരായ നേതാക്കളാണ്. അവർക്ക് വലിയ നിലപാടും വലിയ സ്പേസും ഉണ്ടായിരുന്ന ഒരു ഇടമാണ്. എന്നിരുന്നാൽ തന്നെയും അവർ കാലം ചെയ്തു. അവർ മരിച്ചു എന്ന് പറഞ്ഞ് പാർട്ടി നശിക്കരുത്. അങ്ങനെ ആയിരിക്കണം പാർട്ടി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ പയ്യന്നൂരിൽ നിന്ന് നമ്മൾ തളിപ്പറമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വിജയിച്ചത് TK ഗോവിന്ദനാണ്. TK ഗോവിന്ദൻ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു സമയത്ത് പറഞ്ഞിരുന്നു, അതായത് TK ഗോവിന്ദനെ ഈ ഒരു തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് ജയരാജനാണ്. അത് മാത്രമല്ല, ഒരു
എം.വി. ഗോവിന്ദന്റെ ഭാര്യയായ ശ്യാമള ടീച്ചറുടെ ആ ഒരു സ്ഥാനാർത്ഥത്തെ എതിർത്തതാണ് ടി.കെ. ഗോവിന്ദൻ ചെയ്ത ഏക തെറ്റ്. പക്ഷെ അതിനെ ഒരു എന്താ പറയുക തിരിച്ചിടുകയാണ്. അതായത് ടി.കെ. ഗോവിന്ദൻ താൻ സ്വയം സ്ഥാനാർത്ഥിയാകണം എന്ന് ആവശ്യപ്പെട്ടതാക്കി ഇവിടെ എം.വി. ജയരാജന്റെ പ്രസ്താവന. അതിനുശേഷം ഈ നിയമസഭ അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ഈ കോടിയേരി ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ച ടി.കെ. ഗോവിന്ദനെതിരെ വിമർശനവുമായി മുന്നോട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും മുതൽ എപ്പോഴും അല്ലെങ്കിൽ പാർട്ടിയിൽ ചേർന്ന മുതൽ ഇപ്പോൾ വരെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഒരു മുതിർന്ന സഖാവിനോടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു കടപ്പാടുകളോ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു സഖാവിനോടുള്ള എല്ലാ കരുതലും അദ്ദേഹത്തിന് മരണശേഷവും അല്ലെങ്കിൽ മരണത്തിന് മുമ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ പോയി സന്ദർശിച്ചത്. അതിനെതിരെ ജയരാജൻ എന്താ പറഞ്ഞത്? അവരെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയത് ശരിയായില്ല, അവരെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറ്റിയിരുത്തി പതുക്കെ ഒന്ന് പറഞ്ഞു വിടുക, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന്. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ വന്ന ഒരാളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ജയരാജനാണോ തീരുമാനിക്കുന്നത്? ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ്റെ കാര്യം എന്ന് പറയുന്നത് തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കുന്നു. അത് ഇപ്പോൾ എം.വി. ജയരാജൻ പറയുന്നത് അത് എം.വി. ഗോവിന്ദൻ പറഞ്ഞിട്ടല്ല, സ്ഥാനമോഹിയല്ല അദ്ദേഹം, അതിനു വേണ്ടിയിട്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു, അവരെ വിജയിപ്പിക്കാൻ ഒരു പാർട്ടി അനുയായിയും താല്പര്യപ്പെട്ടിരുന്നില്ല. അതാണ് അവിടെ വീഴ്ചയ്ക്ക് കാരണമായത്. പിന്നെ ഈ ടി.കെ. ഗോവിന്ദൻ പാർലമെന്ററി അംഗമാകണമെന്നുള്ള വ്യാമോഹം കോടിയേരിക്ക് മനസ്സിലാവുന്നു. ഈ പറഞ്ഞ എല്ലാ ബ്ലെയിമും കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കോടിയേരി ചെയ്തേനെ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു ഇതിലേക്ക് വരാൻ സാധിക്കുന്നില്ല? അതുപോലെ ഈ പറഞ്ഞ പാർട്ടിക്ക് അതീതമായി കോടിയേരി ബാലകൃഷ്ണന്റെ മകനോട് ഇത്രയും കാലം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ബിനീഷ് കോടിയേരി ഇഡിയിലെ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് കുറെ നാൾ പാർട്ടിക്ക് പുറത്തായിരുന്നു. എന്നാലും ഇത്രയും കാലം അത്രയും വിശ്വാസ്യതയോടെ പാർട്ടിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ബിനീഷ് കോടിയേരി. അപ്പോൾ ആ അച്ഛനോട് ഇത്രയും ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ ബിനീഷ് കോടിയേരിയെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാനുള്ള നടപടി ഉണ്ടായേനെ. പക്ഷെ എപ്പോഴാണ് ആ നടപടി ഉണ്ടായത്? വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, അതിനെതിരെ ബിനീഷ് കോടിയേരി സംസാരിക്കുന്നു. അപ്പോൾ വീണ തൈക്കണ്ടിയും ബിനീഷ് കോടിയേരിയും ചെയ്ത തെറ്റുകളുടെ വ്യത്യാസം എന്താണെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. അതിനുശേഷം പാർട്ടിയിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ ആ കുടുംബത്തോട് നിങ്ങൾ ചെയ്ത അവഗണന എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ആ കുടുംബം നിങ്ങൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറയുന്നതിനോട് എന്ത് മര്യാദയാണ് ഉള്ളത്? പിന്നെ വേറെ ഏതൊരു നേതാവും ചിലപ്പോൾ ഒരു വർഗീയ നേതാവിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും പോയി സന്ദർശിച്ച കഥ പറയുമ്പോൾ, ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ഒരാൾ സന്ദർശിച്ചു, ഏത് പാർട്ടിയുടെ നേതാവാണെങ്കിലും എല്ലാവരും ഡിഫെൻഡ് ചെയ്യുന്നത് എന്താണ്? ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ശത്രുവാണെങ്കിൽ പോലും, ഇപ്പോൾ എനിക്കോ ആഷിക്കിനോ ഒരു ശത്രുവിനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാം. പക്ഷേ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുക, പ്രതിപക്ഷ നേതാവായിരിക്കുക, അല്ലെങ്കിൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളായിരിക്കുക, ഇവർക്കൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരു ശത്രുവിനെ കണ്ടാൽ തിരിഞ്ഞു നടക്കുക. ഇല്ലെങ്കിൽ അത് നമ്മുടെ പിണറായി വിജയനും കെ സുധാകരനെയും പോലുള്ള നേതാക്കളായിരിക്കണം, അവർ തിരിഞ്ഞു നടക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അതായത് മുഖ്യമന്ത്രിയെ വി.ഡി. സതീശൻ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് പിണറായി വിജയനെ വസതിയിൽ പോയി കണ്ടിരുന്നു. അദ്ദേഹം കാര്യമായി തന്നെ നിയുക്ത മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയോ എല്ലാം ചെയ്തിരുന്നു. എന്തുകൊണ്ട് പിണറായി വിജയനെ ഈ ജയരാജൻ വിമർശിച്ചില്ല? അപ്പോൾ അതൊരു രാഷ്ട്രീയ മര്യാദയാണ് ഈ ടി.കെ. ഗോവിന്ദനെ വിനോദിനി ബാലകൃഷ്ണൻ സ്വീകരിച്ചതും അല്ലെങ്കിൽ പിണറായി വിജയൻ വി.ഡി. സതീശനെ സ്വീകരിച്ചതും. ഇതിനെ രണ്ടും, അതായത് അവരെ സ്വീകരണം ഒഴിവാക്കാമായിരുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന വളരെ അപക്വമാണ്. ടി.കെ. ഗോവിന്ദൻ എന്ന് പറയുന്നത് പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഈ പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാറും ചാണ്ടിയുമ്മനും തമ്മിലുള്ളൊരു പോര് കണ്ടിരുന്നു. അപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ, അതായത് ചാണ്ടിയുമ്മൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ബസ്സിലെ പടിക്കെട്ടുകളുടെ നീളം കുറച്ചത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ രാഷ്ട്രീയമായി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് വരെ അവർ കണ്ടാൽ മിണ്ടാത്ത ആൾക്കാരായിരുന്നില്ല. അപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയാൽ പോലും അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിന്ന് മാറിപ്പോയാൽ പോലും വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ നിൽക്കും. അത് പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ എം.വി. ജയരാജൻ ഈ പറഞ്ഞ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അതായത് അദ്ദേഹം പറയുന്നത്, ഈ മാസപ്പടി കേസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ നിന്ന് കുറച്ച് പണം വാങ്ങി സേവനം ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ വേട്ടയാടരുത്, മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വേട്ടയാടുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ല വേട്ടയാടുന്നത്,
ഇൻ ദ ഫസ്റ്റ് പ്ലേസ് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ആ മാസപ്പടി കിട്ടിയത്. അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ തേക്കണ്ടി വേട്ടയാടപ്പെടുന്നത്. വേട്ടയാടുകയല്ല ചെയ്യുന്നത്. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ പൊതുജനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ഇത് ഡിഫെൻഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ഗ്രാഹ്യം ഉണ്ടാകണം. വേറെ ഏത് കമ്പനിക്കാണ്, ഇപ്പൊ ഞാൻ നാളെ ഒരു കമ്പനി തുടങ്ങുന്നു, ഏതെങ്കിലും ഒരു സ്ഥാപനം വന്ന് എനിക്ക് സേവനമില്ലാതെ കുറച്ച് പണം തരുമോ? തരില്ല. കാരണം ഞാൻ മുഖ്യമന്ത്രിയുടെ മകളല്ല, ഞാനൊരു പ്രതിപക്ഷ നേതാവിന്റെ, ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവിന്റെ മകളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ പണം വരില്ല. ഒരു സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് പണം എനിക്ക് മാസം അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ കൃത്യമായ എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടാവണം. അവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകണം. വീണ തേക്കണ്ടിയുടെ കമ്പനിയിലേക്ക് 2.5 കോടി രൂപ കൊടുത്തതിൽ നിന്ന് ഈ കമ്പനിക്ക് എന്ത് നേട്ടമാണ് കിട്ടിയത്? എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒന്നുകിൽ ഈ കമ്പനിയിൽ നിന്നൊരു സേവനം, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ മറ്റെന്ത് നേട്ടമാണ് കിട്ടിയിട്ടുള്ളത്? അതാണ് ചോദിക്കുന്നത്. അതിനെ ഇങ്ങനെ ഒരു CPM-ന്റെ ഒരു എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവ് വന്നിരുന്ന് ഇതിനെ ന്യായീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു സേവനം നൽകിയതിന്റെ ബേസിലാണ് ഈ അധികാര ദുർവിനിയോഗം എന്ന ശരിയായ വാക്ക് അവിടെ വരുന്നത്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ മകൾക്കും അല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്കും വേണ്ടി തൻ്റെ പാർട്ടിയും ആ ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാര സ്മരണ, അതിൻ്റെ ഒരു കൈക്കൂലിയാണ് ഈ 2.5 കോടി. അതാണ് ED അന്വേഷിക്കുന്നതും ഈ ഒരു പൊതുജനങ്ങൾക്ക് ചോദിക്കുന്നതും. അതിൽ ഈ മുഖം തിരിച്ചിട്ടോ അല്ലെങ്കിൽ മുഖം കറുപ്പിച്ചിട്ടോ കാര്യമില്ല.